ചില പ്രതിസന്ധികൾ തുടങ്ങിയിട്ടേയുള്ളൂ. ലോകമാകെ ഒരു ചെറിയ മരവിപ്പ് പടരുന്നുണ്ട്. നിലവിലെ ആഗോള പ്രശ്നങ്ങൾ തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ഓർക്കണം. യുദ്ധം തുടങ്ങിയ ശേഷം വിലക്കയറ്റത്തിലും എണ്ണവിലയിലുമെല്ലാം നമ്മൾ പരമാവധി പിടിച്ചു നിന്നു. ഓർക്കണം, തദ്ദേശീയമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ടുകൂടി അമേരിക്കയിൽ പെട്രോൾ വില ഗാലന് $4 മുകളിലേക്ക് കുതിച്ചുയർന്നു. 2022 ശേഷമുള്ള ഏറ്റവും വലിയ ഹൈക്കാണിതെന്ന് ഓർക്കണം. പിന്നാലെ പണപ്പെരുപ്പം വർദ്ധിച്ചു. ജനങ്ങളുടെ ജീവിത ചെലവ് കൂടുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പണപ്പെരുപ്പത്തിലാണ് US ഇപ്പോൾ. യൂറോപ്പിനെ ഈ യുദ്ധം ഏറ്റവും ക്രൂരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് ഓർക്കണം. ഖത്തറിൽ നിന്നുള്ള LNG വരവ് നിലച്ചതോടെ യൂറോപ്പിൽ ഗ്യാസ് വില ഇരട്ടിയായി. ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലെ വൻകിട രാസവസ്തു, സ്റ്റീൽ നിർമ്മാണ കമ്പനികൾക്ക് വൈദ്യുതി ചാർജ് 80% വരെ വർദ്ധിച്ചു. ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലെ വൻകിട രാസവസ്തു, സ്റ്റീൽ നിർമ്മാണ കമ്പനികൾക്ക് വൈദ്യുതി ചാർജ് 30% വരെ വർദ്ധിച്ചു. ഇത് യൂറോപ്യൻ വ്യവസായ മേഖലയെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എന്തിന്, മലയാളികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ നോക്കൂ. ഏതാണ്ട് ഭക്ഷണ അടിയന്തരാവസ്ഥയാണ് പലയിടത്തും വരാൻ പോകുന്നത്. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഇരട്ടിയോളമാണ് വില കൂടിയിരിക്കുന്നത്. കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ പല റീറ്റെയിൽ കമ്പനികളും വിമാനമാർഗമാണ് ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്നത്. അത് കാരണം അവിടെ ഭക്ഷണ സാധനങ്ങൾക്ക് 120% വരെ വില കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങളുടെ അവസ്ഥ അതിലും ദയനീയമാണ്.